ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കാത്തതുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങൾ നിരവധിയാണ്. നിലവറയിൽ അമൂല്യങ്ങളായ രത്നങ്ങളുടെ നിധിശേഖരമുണ്ടെന്നതും മുതൽഘോര സർപ്പങ്ങൾ കാവൽ നിൽക്കുന്നുണ്ടെന്നതുവരെയുള്ള പ്രചരണങ്ങൾ ശക്തമാണ്. ഇതിന് പിന്നിലെ വസ്തുത എന്തെന്ന് വ്യക്തമാക്കുകയാണ് രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിഭായ്. ബി നിലവറ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന അറ തന്റെ അറിവിൽ ഇതുവരെ തുറന്നിട്ടില്ല. അതിന്റെ മുൻപിൽ ഇരുമ്പഴിയിട്ട നീളമുള്ള വരാന്ത മുറിയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ മുറി പല പ്രാവശ്യം തുറന്നിട്ടുണ്ട്. അതിന്റെ ഒരു വശത്താണ് ബി കല്ലറയുടെ വാതിൽ. പ്രചരിക്കുന്നതുപോലെ ആ വാതിലിന് വലിയ വലിപ്പമോ സർപ്പങ്ങളുടെ രൂപമോ ഇല്ല. 2011 കൃഷ്ണവിലാസം കൊട്ടാരത്തിൽ വെച്ച് അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോൾ ദേവജ്ഞന്മാർ വളരെ ശക്തമായി പറഞ്ഞു, ബി കല്ലറ തുറക്കാൻ പാടില്ലെന്ന്. അവിടം മുനിമാരും ദേവന്മാരും ശ്രീ പത്മനാഭനെ ധ്യാനിക്കുന്ന സ്ഥലമാണ്. ഭൂഗർഭമായി സ്ഥാപിച്ചിട്ടുള്ള ശ്രീചക്രത്തിന്റെ ശക്തി പ്രവാഹം മൂലബിംബത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതിന് ഭംഗം വന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അതിന് കഴിവോ പ്രാപ്തിയോ അറിവോ ഉള്ള കർമ്മിമാർ ഇന്നില്ല. യക്ഷിയമ്മ അവിടെ തപസ്സിരിക്കുന്നുവെന്ന മറ്റൊരു വിശ്വാസവുമുണ്ട്. ഏറ്റവും ശക്തമായ മറ്റൊന്ന് തെക്കേടത്ത് നരസിംഹസ്വാമിയുടെ സാന്നിധ്യമാണ്. ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് ബി കല്ലറ തുറക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ക്ഷേത്രത്തിലാകെ 6 നിലവറകളാണുള്ളത്. ഇതിൽ എ നിലവറ തുറന്നപ്പോഴാണ് പരിശോധകരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് 90,000 കോടിക്ക് പുറത്തു വിലമതിക്കുന്ന ആഭരണങ്ങളും രത്നങ്ങളും കണ്ടെടുത്തത്. തുറക്കാത്ത ബി നിലവറയിലെ രഹസ്യങ്ങൾ ഇന്നും അജ്ഞാതമാണ്. രഹസ്യ നിലവറയായി കരുതുന്ന ബി തുറക്കണോ എന്ന് ഭരണസമിതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. എ നിലവറയിൽ ഉള്ളതിനേക്കാൾ സ്വത്തുക്കൾ ബി നിലവറയിൽ ഉണ്ടെന്നാണ് കരുതുന്നത്. 14-ാം നൂറ്റാണ്ടിൽ തന്നെ ക്ഷേത്രത്തിൽ നിലവറ ഉണ്ടായിരുന്നുവെന്നാണ് മതിലകം രേഖകളിൽ പറയുന്നത്. 2011 ജൂലൈ മാസത്തിലാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം എ നിലവറ തുറന്നത്. മനുഷ്യനെ അമ്പരപ്പിക്കുന്ന നിധിശേഖരവും രഹസ്യ അറകളുമാണ് കണ്ടെത്തിയത്. ഏത് സംഖ്യ കൊണ്ടും നിധിശേഖരത്തിലെ സ്വത്തുക്കൾ കണക്കുകൂട്ടുമെന്ന അമ്പരപ്പിലായിരുന്നു പരിശോധനാ സംഘം. ആയിരക്കണക്കിന് സ്വർണമാലകൾ, രത്നം പതിച്ച സ്വർണ കിരീടങ്ങൾ, സ്വർണ കയർ, സ്വർണ കട്ടികൾ, വിഗ്രഹം, ഒരു ചാക്ക് നിറയെ നെൽമണിയുടെ വലുപ്പത്തിൽ സ്വർണമണികൾ, സ്വർണദണ്ഡുകൾ, ചാക്ക് നിറയെ രത്നങ്ങൾ. കഥകളിൽ കേട്ടതുപോലുള്ള നിധിശേഖരമാണ് പരിശോധനാ സംഘത്തിന്റെ മുന്നിൽ തെളിഞ്ഞത്. ഈ അറയ്ക്കപ്പുറം ഒരു വാതിലുണ്ട്. അത് കിഴക്കോട്ട് തുറക്കേണ്ട വിധിയിലുള്ളതാണ്. ആ വാതിൽ തുറന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് തങ്ങൾക്കാർക്കും അറിയില്ല എന്നാണ് രാജകുടുംബത്തിൽപ്പെട്ടവർ പറഞ്ഞത്. ആ കഥകിനപ്പുറം എന്താണെന്ന് രാജകുടുംബത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആർക്കും തന്നെ അറിയില്ല. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ നടത്തുമ്പോൾ ആവാഹന ശക്തിയുടെ പ്രവാഹമുണ്ടാകും. അതൊരു ക്ഷേത്ര രഹസ്യമാണ്. ഒരുപക്ഷെ ബി നിലവറയുടെ രഹസ്യവും അതായിരിക്കാം. നാം അറിയാത്ത പല രഹസ്യങ്ങളും പ്രപഞ്ചത്തിലുണ്ടെന്നും അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിഭായ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.